തോന്നുന്നില്ല. ശോഭനയുടെ അഭിനയം എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ മഹാ ബോറാണ്. കാരണം ശോഭനയുടെ ഇതിൻ്റെ തുടർന്ന് പ്രത്യേകത ലാലേട്ടൻ ആസ് എൻ ആക്ടർ, ലാലേട്ടൻ ആസ് എ സ്റ്റാർ, ലാലേട്ടൻ ആസ് എ കോമൺ മാൻ, ലാലേട്ടൻ ആസ് എ മാസ് ഹീറോ എല്ലാം നമുക്ക് സെലിബ്രേറ്റ് കണ്ടിറങ്ങി കഴിയുമ്പോൾ കൈയടിച്ച് തന്നെ ഇറങ്ങി പോകാൻ പറ്റും. തിയേറ്റർ വാച്ചാണ് ഫസ്റ്റ് വാച്ച് തിയേറ്റർ സ്പീക്കർ മാക്സിമം യൂസ് ചെയ്തൊരു പടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ കഥയിലൊന്നും ഒരു പുതുമയൊന്നുമില്ല, പക്ഷേ അതിൽ ആക്ഷൻ സീക്വൻസും എല്ലാം നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ പ്രകടനം തന്നെ. ശോഭനക്കൊന്നും വലിയ റോളൊന്നുമില്ല. ശോഭനയുടെ അഭിനയം എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ മഹാ ബോറാണ്. കാരണം ശോഭനയുടെ നാഗവല്ലിയുടെ നോട്ടും ഈ മറ്റുള്ള പടത്തിൽ നിന്നുള്ളതൊന്നും ഈ പടത്തിൽ കുറേ കുത്തിക്കയറ്റിയിട്ടുണ്ടെങ്കിലും അതൊക്കെ കുറച്ചൊരു ബോറാണ്. പക്ഷേ ബാക്കി പടത്തിൻ്റെ മേക്കിംഗ് എല്ലാം കൊണ്ട് നല്ലതാണ്. മോഹൻലാലിൻ്റെ ഇതും കൊള്ളാം, മോഹൻലാലിൻ്റെ ഫൈറ്റും മോഹൻലാലിൻ്റെ അഭിനയമൊക്കെ കൊള്ളാം, എല്ലാം കൊണ്ട് നല്ലൊരു മൂവിയാണ്. പിന്നെ ഒരു എന്താ പറയുക, ഒരു എടുത്ത് പറയത്തൊക്കെ പറഞ്ഞാൽ അതിൽ മെയിൻ മോഹൻലാലിനെ യൂസ് ചെയ്തിരുന്നത്, മോഹൻലാലിനെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു മോഹൻലാലിൻ്റെ പല ഭാവങ്ങൾ കാണാം. മോഹൻലാലിൻ്റെ പല ഭാവങ്ങളും ആ ഒരു നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു ഭ്രമരം ടച്ച് തോന്നിയില്ല പടത്തിൽ. പിള്ള പറയുന്ന ഒരു ഭ്രമരം ടച്ച് തോന്നുന്നുണ്ടെങ്കിലും തന്മൂർത്തിയായ രീതിയിൽ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പടം. കൊള്ളാം. ഒരു വൺ ടൈം തിയേറ്റർ വാച്ച് ഫസ്റ്റ് വാച്ച് കൊള്ളാം. ഫാമിലിക്ക് ഇഷ്ടപ്പെടും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് ഒരു ആ ലെവലിലുള്ള ഒരു മൂവിയാണത്. കൂടുതലും ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൂവിയാണ്. കൊള്ളാം, നല്ല പടമാണ്. മോഹൻലാൽ കൂടുതലൊന്നും പറയാനില്ല, പടം അടിപൊളിയാണ്. സത്യം പറയാം, ഒരു ആസ് എ ലാലേട്ടൻ ഫാൻ, ആസ് എൻ ഓഡിയൻസ്, നോർമൽ ഓഡിയൻസ്, ഒരു സിനിമ ഇഷ്ടമുള്ള ആളുകൾ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. ഭയങ്കര എന്താ പറയുക, എല്ലാം ഉണ്ട് ഈ പടത്തിൽ. തമാശ ഈ ഇടയ്ക്ക് നമ്മൾ കൂടുതലും ലാലേട്ടൻ ആസ് എ സ്റ്റാറാണ് നമ്മൾ കൂടുതൽ സിനിമ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ എമ്പുരാനിൽ പോലും നമ്മൾ ലാലേട്ടൻ ആസ് എ സ്റ്റാറാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ തുടർന്ന് പ്രത്യേകത ലാലേട്ടൻ ആസ് എൻ ആക്ടർ, ലാലേട്ടൻ ആസ് എ സ്റ്റാർ, ലാലേട്ടൻ ആസ് എ കോമൺ മാൻ, ലാലേട്ടൻ ആസ് എ മാസ് ഹീറോ എല്ലാം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം തരുൺമൂർത്തി അടിപൊളിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് നൈസാണ്, ഒരുപാട് ഇമോഷണൽ സീക്വൻസ് ഉണ്ട്. ആൻഡ് നമുക്ക് ലാലേട്ടൻ്റെ പല സിനിമയുടെ ചെറിയ ചെറിയ സെൽഫ് ട്രോളിംഗ് ഉണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. സ്വന്തം ഡയലോഗ്സ്, കോമഡി, കളിയാക്കൊക്കെ ഓവറോൾ വളരെ അടിപൊളിയാണ്. തരുൺമൂർത്തി പോലെ എക്സ്പെക്ടേഷൻ ഇല്ലാതെ എന്ത് ചെയ്യുക, നമുക്കൊരു ശേഷം ഓളിപ്പടം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ലാലേട്ടനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ലാലേട്ടനെ ഓൾറെഡി തന്നിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഒരു തരുൺമൂർത്തി മോഹൻലാൽ സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ ലാലേട്ടൻ അഴിഞ്ഞാടിയിട്ടുണ്ട്. ഒരു വിൻറ്റേജ് ലാലേട്ടനെ കിട്ടി, ഒരു ഫാമിലി മാനായിട്ട് ലാലേട്ടനെ കിട്ടി. അതുപോലെ തന്നെ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു ആക്ഷൻ കൊണ്ടുപടക്കുള്ള ആക്ഷൻ സീക്വൻസ് കിട്ടി. എഴുന്നേറ്റ് കൈയിടിക്കാനുള്ള ഒരു റൊമാൻറ്റിഫിക്കേഷൻ കിട്ടി. ഇതൊക്കെ നമ്മൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യണം. ആ വെയിറ്റ് ചെയ്യുന്ന തീർത്തോടും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കും, തിയേറ്റർ ഒന്ന് കാണുക. അതിനുള്ള ഐറ്റം എല്ലാം പടത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ പക്ക ത്രില്ലറാണ്. ത്രില്ലർ എലമെൻസുകളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. എൻജോയ് ചെയ്യാൻ പറ്റും. കണ്ടിറങ്ങി കഴിയുമ്പോൾ കൈയടിച്ച് തന്നെ ഇറങ്ങി പോകാൻ പറ്റും. തിയേറ്റർ വാച്ചാണ് ഫസ്റ്റ് വാച്ച് തിയേറ്റർ സ്പീക്കർ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ തുടരുമിൽ എന്താണ് ഒരു പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എന്താ തോന്നിയത്? തുടരിൽ നമ്മൾ കണ്ടുപിടിച്ചേക്കും അതേ ലാലേട്ടനെ പ്ലേസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. തരുൺമൂർത്തി തന്നെ പറഞ്ഞേക്കുന്ന കാര്യം, നമ്മളെപ്പോഴും ലാലേട്ടനെ മുണ്ട് പടക്കി കുത്തി 2 പഞ്ച് ഡയലോഗ് അടിച്ചിട്ട് പോകുന്നൊരു ലാലേട്ടനുണ്ട്. പക്ഷേ പഞ്ച് ഡയലോഗ് അടിക്കേണ്ട ആ സീനിൽ പോലും ഒരൊറ്റ നോട്ടത്തിൽ, ഒരൊറ്റ ക്ലോസ് ഷോട്ടിൽ നമുക്ക് ആ പഞ്ച് ഡയലോഗ് ഉള്ളിൽ തട്ടും. അതാണ് പടത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. തരുൺമൂർത്തിക്കാണ് ഏറ്റവും കഴിക്കാഴി കൊടുക്കേണ്ടത് ആ രീതി മേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എം രഞ്ജിത്തിന് കൈ കൊടുക്കണം. ഇത് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഫാൻസ് ആഗ്രഹിക്കുന്ന രീതിയിൽ റിസൾട്ട് തന്നതിന് അതുകൊണ്ട് ഞാൻ പറയുന്നു, ഉറപ്പായിട്ട് തിയേറ്ററിൽ വന്ന് കാണേണ്ട പടം തന്നെയാണ്. താങ്ക് യു.